ഹായ് ഓൾ, ഗലിഫ കണ്ട് കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസന്റ് സ്റ്റാർട്ടായിരുന്നു. അമീർ അലി എന്ന കഥാപാത്രത്തെ ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. പ്രീ ഇന്റർവൽ ബ്ലോക്ക് കൊള്ളാമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം പാളി. പൃഥ്വിരാജിന്റെ ലുക്കും സ്ക്രീൻ പ്രസൻസും ഫിസിക്കും എല്ലാം ടെറിഫിക് ആണ്. 100% പെർഫെക്റ്റ്. പക്ഷെ കഥാപാത്രത്തിന് ഡെപ്ത് ഇല്ല. അതുപോലെ ജെയ്ക്സ് ബിജോയ്, അദ്ദേഹം തന്റെ പണി ഭംഗിയായി ബാക്ക്ഗ്രൗണ്ടിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സോങ്സിൽ പാളി. ഇനി എല്ലാവരും കാത്തിരുന്ന മോഹൻലാലിന്റെ ക്യാമിയോ ആണ്. ലാലേട്ടൻ വന്നപ്പോൾ തിയേറ്റർ ശരിക്കും ഇളകി. പക്ഷെ ആ കോസ്റ്റ്യൂം ഒരു പക്ഷേ ഇത് ഓണത്തിനല്ല ക്രിസ്തുമസിനായിരുന്നെങ്കിൽ മാച്ച് ആയേനെ. ഒരു സെന്റി മൂഡിലുള്ള ഒരു ക്യാമിയ. പക്ഷേ ഈ ക്യാമിയെ കൊണ്ട് കഥയ്ക്ക് എന്ത് ഗുണം? ക്യാമിയ വന്നതോടെ പടം ഡൗൺ ആയി എന്ന് പോലും തോന്നി. വില്ലനായി എത്തിയ നെയിൽ വെറും ഡമ്മി പീസ്. ഇനി ഈ സിനിമയിലെ സ്റ്റോറി ഇൻഫേമസ് ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ പാർട്ടി ബാക്ക് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി എന്ന് തോന്നുന്നു. പക്ഷെ ഒട്ടും എക്സൈറ്റിംഗ് അല്ല, ആക്ഷൻ ഓറിയന്റഡും അല്ല. പഴകി ദ്രവിച്ച ഒരു റിവെഞ്ച് ഡ്രാമ. വൈശാഖിന്റെ മേക്കിംഗ് ഗുഡാണ്, പക്ഷെ എലിവേഷൻ സ്റ്റേജ് ചെയ്യേണ്ടടുത്ത് പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസ് ചിത്രത്തിന് കിട്ടേണ്ട ഗൂസ് ബംസും ഈ ചിത്രത്തിലില്ല. ഓവറോൾ കണ്ടന്റ് ഇല്ലാതെ സ്റ്റൈലിന് മാത്രം പ്രാധാന്യം കൊടുത്ത ഒരു ചിത്രം. കുറച്ചു നേരം എൻഗേജിംഗ് ആയി തോന്നും, പക്ഷെ പെട്ടെന്ന് തന്നെ ബോറിംഗ് ആകും. മറ്റുള്ളവർക്കും എൻ്റെ ഈ അഭിപ്രായം തന്നെയാണെങ്കിൽ ഈ ചിത്രം ഓണത്തിന് വിന്നർ പോയിട്ട് ഓണത്തിന് തിയേറ്ററിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ചിത്രം കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക.